ഹായ് 2026 ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമയ്ക്കും 2026 കാര്യമായിട്ടുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും പ്രതീക്ഷ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇറങ്ങുന്ന സിനിമകളെക്കുറിച്ചാണ്. വലിയ സിനിമകൾ ഈ സമയത്ത് വരുന്നുണ്ട്. പ്രേക്ഷകർ വളരെയേറെ കാത്തിരിക്കുന്ന സിനിമകൾ. ഒന്ന് മാർച്ച് 19 റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ള ആട് 3, മറ്റൊന്ന് ഏപ്രിൽ 2 റിലീസാവുന്ന ദൃശ്യം 3, മറ്റൊന്ന് ഏപ്രിൽ 23 റിലീസാവുന്ന പാട്രിയറ്റ്. ഈ 3 സിനിമകൾക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഇതിൽ തന്നെ ദൃശ്യം 3ക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ളത് റിലീസിന് മുൻപ്. ഈ സിനിമകളുടെ എല്ലാം റിലീസ് പ്രഖ്യാപിച്ചെങ്കിലും കൃത്യസമയത്ത് ഈ സിനിമകൾ റിലീസ് ചെയ്യുമോ? എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധമാണ്. മലയാള സിനിമകൾക്ക് കേരളം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മേഖല എന്ന് പറയുന്നത് ഗൾഫ് മേഖലയാണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഗൾഫ് മേഖലയിൽ നിന്നും മലയാള സിനിമകൾക്ക് വരാറുണ്ട്. എമ്പുരാൻ എന്ന സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം 145 കോടി രൂപയോളം കളക്ഷനായി നേടിയെടുത്ത ഒരു സിനിമയാണ്. അതായത് അത്രയും വലിയൊരു കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എമ്പുരാൻ തെളിയിച്ചത്. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയമാണ്. ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ കളക്ഷൻ അത് ഇല്ലാതായി പോകും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ മലയാള സിനിമകൾ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഏപ്രിൽ 19 ആട് 3, ദുരന്തർ 2, അതുപോലെ യാഷിന്റെ ടോക്സിക് എന്ന സിനിമ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ദുരന്തർ 2 തീർച്ചയായും ഏപ്രിൽ 19 തന്നെ റിലീസ് ചെയ്യും. കാരണം ദുരന്തർ 1 ഗൾഫിലെ പല സ്ഥലങ്ങളിലും റിലീസിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദുരന്തർ 2 ആ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ടോക്സിക്കിനെയും ആട് 3യെയും അത് വളരെയേറെ ബാധിക്കും. അതായത് യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റിലീസിംഗ് ഈ സിനിമകളെ ബാധിക്കും. ഇതുവരെയും ഇതിന്റെ റിലീസിങ്ങിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഏപ്രിൽ 19 റിലീസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ മാറ്റം വരുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ഇവിടെ ഗൾഫ് മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ ദൃശ്യം 3 ആണ്. ദൃശ്യം 3ക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. അതായത് ഗൾഫ് മേഖലയിൽ നിന്ന് വലിയൊരു കളക്ഷൻ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഒരു 20 കോടിക്ക് മുകളിൽ ഗൾഫിൽ നിന്ന് മാത്രം കളക്ഷനായി വരും എന്നുള്ളത് തന്നെയാണ് ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അതായത് ഫസ്റ്റ് ഡേ മാത്രം 20 കോടിക്ക് മുകളിൽ ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രം കളക്ഷനായി വരും എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം മോശമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ റിലീസിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ തുകയ്ക്കാണ് ഗൾഫ് മേഖലയിലെ വിതരണം വിറ്റുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു നഷ്ടമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ റിലീസിംഗ് ഉണ്ടായില്ലെങ്കിൽ. തീർച്ചയായും അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ശാന്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൃശ്യം 3യെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. ഫസ്റ്റ് ഡേ തന്നെ വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കിയെടുക്കും. മലയാളത്തിലെ ആദ്യ 500 കോടി ചിത്രമായി ദൃശ്യം 3 മാറും എന്നൊക്കെ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ദൃശ്യം 3ക്ക് കനത്ത തിരിച്ചടിയായി മാറും. ഗൾഫ് മേഖലയിലെ കളക്ഷൻ വളരെയേറെ താഴേക്ക് പോകും. അത് സിനിമയ്ക്ക് വളരെ ദോഷം ചെയ്യും. പാട്രിയോട്ട് ഏപ്രിൽ 23 സമയമുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ പാട്രിയോട്ടിനെയും ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൃശ്യം 3യുടെ റിലീസിംഗ് ഒരുപക്ഷെ മാറ്റിവെക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കട്ടെ. ഇത് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഒരുപാട് നിരപരാധികൾ മരിച്ചു വീഴുന്നുണ്ട്. എന്തായാലും എല്ലാം ശാന്തമായി എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.